എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫിലിപ്സ് പ്രിൻസിൻ്റെ ഒരു പഴയ റേഡിയോയും പുതിയ റേഡിയോയും തമ്മിലുള്ള ഒരു വ്യത്യാസവും പിന്നെ ഒരു ചെറിയ ഫോൾട്ട് ഫൈൻഡിങ്ങാണ്. ഇത് നമുക്ക് കിട്ടാൻ അടുത്തുള്ള ഒരാൾ നന്നാക്കുന്ന റേഡിയോയാണ്. കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഓണാവുമെന്ന് പറഞ്ഞില്ല. എൻ്റെ ആണെങ്കിലും നമ്മുടെ സ്റ്റേഷനൊന്നും മാറുന്നില്ല. നമ്മുടെ ത്രെഡെല്ലാം പൊട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണെന്ന് തോന്നുന്നു. എന്താണ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. പുറവശത്ത് ബാറ്ററിയൊക്കെ പൊട്ടി വലിച്ച പാടുണ്ട്. ഇതിൻ്റെ PCB ഉണ്ടോ, നമ്മുടെ വളരെ വ്യത്യസ്തമായ PCBയാണ്. നമ്മുടെ നൂലെല്ലാം പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ, ത്രെഡെല്ലാം. നിങ്ങൾക്ക് ഇതിൻ്റെ പുറകോട്ട് നോക്കാൻ മനസ്സിലായതുകൊണ്ടോ ഈ ക്യാബിൻ തന്നെ ഒരു ഭയങ്കര ആ സ്വിച്ചൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും അസംബിൾ ചെയ്തെടുത്തോളൊരു സംഭവം. അപ്പോൾ സംഭവം ഫിലിപ്സിൻ്റെ പ്രിൻസാണ് താനും. ഇനി എൻ്റെ കയ്യിലുള്ള പഴയ പ്രിൻസ് കാണിക്കാവേ. ഇതുണ്ടോ, നമ്മൾ നന്നാക്കി വെച്ചിരുന്ന റേഡിയോ. അത് ഒറിജിനൽ കിറ്റ് വരുന്നതാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് മാനുഫാക്ചറിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കോപ്പി വരുന്ന സൈസ് സാധനമാണ് ഇത് രണ്ടും ഒരേ മോഡൽ, ഒരു വ്യത്യാസമില്ലാത്ത, ഒരു നമ്പർ പോലും വ്യത്യാസമില്ലാത്ത സാധനമാണ് ഉണ്ടോ. അതിനുള്ളിൽ വരുന്ന PCB ഉണ്ടോ, നമ്മുടെ IF ഒക്കെ വെച്ച PCB. ഇതിനുള്ളിൽ വരുന്ന നമ്മുടെ ഇപ്പം വരുന്ന ചൈന റേഡിയോകളെല്ലാം വരുന്ന ടൈപ്പ് PCB ആണ് സംഭവം. വർക്ക് ചെയ്യും എങ്കിലും നമ്മുടെ IF ഒക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊന്നുള്ളൊരു പെർഫോമൻസ് ഒന്നും ഇപ്പോഴത്തെ റേഡിയോയ്ക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം ഈ ടൈപ്പ് PCB വരും. നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേഷനാണ്, ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന പരിപാടി. പണ്ട് നമ്മൾ IF ഒക്കെ കറക്റ്റ് വെച്ചിട്ട് ഗ്യാങ് തിരിച്ച് എടുക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറി ഇപ്പോൾ ഇതിലേക്ക് മാറി. ഇനിയിപ്പോൾ ഇങ്ങനത്തെ PCB ആയിരിക്കും റേഡിയോകളെല്ലാം വരുന്നത്. നമ്മുടെ ഇതിലൊക്കെ പഴയ PCB ഉണ്ടെങ്കിൽ കളയാതെ വെക്കാനുള്ളതൊക്കെ നമുക്കൊരു ഓർമ്മയായിട്ട് ഇരിക്കും. ഇനിയിപ്പം ആ ടൈപ്പ് PCB ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്ന് പിടിപ്പിക്കാവേ. റേഡിയോ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. RF ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്, സിഗ്നലൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം റേഡിയോയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിനുള്ള ഒരു കംപ്ലൈൻറ്റ് കൂടി ഞാൻ പരിഹരിച്ചാൽ മതി. PCB ഒന്ന് അഴിച്ച് മാറ്റാവേ. ഇതാണ് ഇതിൻ്റെ ഫുൾ SMD ഇപ്പോൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത 2822 വെച്ചുള്ള SMD ഉപയോഗിച്ച് IC ഉപയോഗിച്ചുള്ള ആംപ്ലിഫയർ സ്റ്റേജാണ് ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത്. പിന്നെ SI 4825 അതിൻ്റെ IC. പണ്ടത്തെ ഫിലിപ്സിൻ്റെ ഒന്നും ഒറിജിനൽ IC ഒന്നും ഇപ്പോൾ വരുന്നേ ഇല്ല. ഇനി നമുക്ക് കംപ്ലൈൻ്റ് ഒന്ന് പരിഹരിക്കാം. ഇനി നീഡിൽ നമുക്ക് ചുമ്മാ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം പുതിയതായിട്ടൊക്കെ റെഡി ചെയ്യുന്നവർക്കൊക്കെ ഈ ത്രെഡ് ഫിറ്റിങ്സ് അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ത്രെഡ് നമുക്ക് മൊത്തത്തിൽ ഈ സാധനം ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതിനകത്തുനിന്ന് ഒരു സ്പ്രിങ് കാണും, ആ സ്പ്രിങ് ഊരിയെടുക്കാം. പിന്നെ ആ സ്പ്രിങ് ഇട്ടിരുന്ന ഒരു കെട്ടിരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് പിടിപ്പിച്ചെടുക്കാം, മൊത്തം പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് വെച്ച് കൊടുക്കാം ഇരുന്ന പോലെ തന്നെ. ആ 2 ഹോളിനകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ട് 2 സ്ക്രൂ അങ്ങിട്ടേക്കണം. ഈ 2 ഹോൾ അതിനകത്ത് കാണാം, ഒരേ ലെവലിൽ വരുന്നത്. ആ ഹോളിനകത്തോട്ട് 2 സ്ക്രൂ അങ്ങിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നോക്കി ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പം അനങ്ങാതിരിക്കും. ഈ വീലിങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നൂല് വലിക്കുമ്പോൾ. ഇതുണ്ടോ, ഇതുപോലെ ക്ലോക്ക് വൈസിൽ ഒരു റൗണ്ട് ആദ്യം ഇതിനകത്ത് ചുറ്റിയെടുക്കുക. ഒരു റൗണ്ട് ചുറ്റിയെടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ മാറ്റുന്ന നോബിൻ്റെ മുകളിലുള്ള പുള്ളിയിലോട്ട് ഒരു 3 റൗണ്ട് ചുറ്റിയെടുക്കാം. 1 2 3 റൗണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ തൊട്ട് അടുത്തുള്ള നീഡിൽ പോകുന്ന ഭാഗത്ത് വരുന്ന ആ പുള്ളിയിലോട്ട് ഒരു റൗണ്ട് ചുറ്റിയെടുക്കും. ഒരു റൗണ്ട് ചുറ്റണ്ട, നേരെ ചുറ്റി വലിച്ചാൽ മതി. നേരെ താഴോട്ട് അവിടെ നേരെ നമ്മുടെ വീലിലോട്ട് വീണ്ടും അതും ഒരു റൗണ്ട് ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആ ആദ്യം ചുറ്റി ഇറങ്ങിപ്പോയതിന് തൊട്ടിപ്പുറത്തുള്ള ഒരു വെട്ടുണ്ട്. ആ വെട്ടുവഴി കയറ്റിയെടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വെട്ടുണ്ട്. ആ വെട്ടുവഴി കയറ്റിയെടുത്ത് നമ്മൾ ആ അഴിച്ചെടുത്ത കുറ്റിയിലോട്ട് ചുറ്റി വെച്ചാൽ മാത്രം മതി. ചിലർക്കൊക്കെ ഇത് കെട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ കാണും ചിലപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോകുമ്പോഴേ. അപ്പോൾ ഇതിൻ്റെ ടെൻഷനോടെ നമുക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവർക്കൊക്കെ മിക്കവാറും തന്നെ ഉപകാരപ്പെടും. ഈ സ്പ്രിങ് നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ നിർത്തിയ ഭാഗത്തിട്ടിട്ട് ഒരു ഹോളിലോട്ട് വലിച്ചിങ്ങനെ ഇട്ടാൽ മതി. അപ്പം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലൂസ് ഈ സ്പ്രിങ്ങിൽ അഡ്ജസ്റ്റ് ആവും. അപ്പോൾ സ്പ്രിങ് നമ്മൾ മസ്റ്റായിട്ട് ഇടണം, അല്ലെങ്കിൽ പിന്നെ ലൂസായി പോകും. ഓക്കെ,
അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് ഇത് കഴിഞ്ഞു. പിന്നെ ഈ PCB 2 വരുന്നതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഒരു അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ PCB മുറുക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു നമുക്കിന്ന് കിട്ടിയത്. ഇനി നമ്മൾ മീഡിയം വേവിൽ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ നേരെ താഴെ നമ്മുടെ ഫ്രീക്വൻസി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഈ നീഡിൽ കയറ്റിയിട്ട് കഴിയുമ്പം അതും അഡ്ജസ്റ്റ് ആവും. ഓക്കെ, നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെട്ടു. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം കേട്ടോ.